ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. കേരളക്കരയാകെ അലയടിച്ച ഈ ഗാനം പകർന്നു തന്ന് ഇതിഹാസ കവി കാലയവനികയിൽ മറഞ്ഞ നാളുകൾ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ വികസന കുതിപ്പിനിടയിലെ ഇടർച്ചയായിരുന്നു ആ നാളുകൾ. ജനാധിപത്യ രാജ്യത്ത് മനുഷ്യൻ്റെ മൗലിക സ്വാതന്ത്ര്യങ്ങൾക്കുമേൽ പതിച്ച കരിനിഴലായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ അടിയന്തരാവസ്ഥയുടെ നാളുകൾ. എങ്ങും ഇരുട്ട് നിറച്ച ആ കാലയളവിൽ ഇടുക്കിയുടെ വികസനമെത്താത്ത മലയിടുക്കുകളിൽ പുതിയൊരു സൂര്യപ്രഭ ഉദയം കൊള്ളുകയായിരുന്നു. കേരളത്തിൻ്റെ വൈദ്യുതീകരണത്തിന് ചുക്കാൻ പിടിക്കാൻ ഒരു ഡാമും വൈദ്യുതി നിലയവും 1976 2-ാം മാസത്തിൽ ഇടുക്കി ഡാം യാഥാർത്ഥ്യമായി. മലയിടുക്കുകളിലെ തിളനീരുറവകൾ നാടിൻ്റെ വെളിച്ചമായപ്പോൾ ആ വർഷം തന്നെ ഇങ്ങ് താഴ്വാരത്ത് 7 നൂറ്റാണ്ടിന് ചരിത്രം പേരുന്ന മുതലക്കോളം മുത്തപ്പൻ്റെ പരിഭാവനമായ മണ്ണിൽ മറ്റൊരു വെളിച്ചത്തിനുകൂടി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ആ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. ബുദ്ധിയിൽ അറിവിൻ്റെ പ്രകാശവും ആത്മാവിൽ ദൈവിക ജീവൻ്റെ തികവും ഇളം തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയെന്ന സുവിശേഷ ദൗത്യവുമാണ് വിദ്യാലയങ്ങളിലൂടെ ക്രൈസ്തവ സഭ ലക്ഷ്യമിടുന്നത്. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ദശാബ്ദങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ കോർപ്പറേറ്റ് ഏജൻസിയായ കോതമംഗലം രൂപതയിൽ നിന്ന് ഒരു പൊൻനാമ്പ് കൂടി. 1963 രൂപതയുടെ കീഴിൽ മുതലക്കോടത്ത് പ്രവർത്തനമാരംഭിച്ച സെൻറ്റ് ജോസഫ്സ് ട്രെയിനിങ് സ്കൂൾ സർക്കാർ നിർദ്ദേശപ്രകാരം 1976 പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. ട്രെയിനിങ് സ്കൂളിൻ്റെ സ്ഥാപകൻ ജേക്കബ് തേവർപ്പാടത്തിൽ അച്ഛനായിരുന്നു. 13 വർഷക്കാലം കൊണ്ട് 100 കണക്കിന് അധ്യാപകരെ സൃഷ്ടിക്കുവാൻ BTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ഈ സ്ഥാപനത്തിനായി 70കളിൽ മറ്റു തൊഴിൽ മേഖലകൾ പോലെ തന്നെ അധ്യാപന രംഗത്തും തൊഴിൽ രഹിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഞങ്ങൾക്ക് ജോലി തരൂവെന്ന മുറവിളി TTC പാസ്സായവർ സംഘടിച്ച് മുടക്കിയതിൻ്റെ ഫലമായി നിലവിലുള്ള കുറേ സ്കൂളുകൾ നിർത്തലാക്കുവാൻ അന്നത്തെ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനമെടുത്തു. അക്കാലത്ത് വികസനം എത്താത്ത പ്രദേശമായ മുതലക്കോടത്ത് ആൺകുട്ടികൾക്ക് ഹൈസ്കൂൾ പഠനത്തിനു വേണ്ടത്ര സൗകര്യം ലഭിച്ചിരുന്നില്ല. തൊടുപുഴ, വാഴക്കുളം മുതലായ സ്ഥലങ്ങളിലെത്തിയാണ് ഈ പ്രദേശത്തെ ആൺകുട്ടികൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തി വന്നിരുന്നത്. ഗുണകാംക്ഷികളായ നിരവധി ആളുകൾ വർഷങ്ങളായി ഉന്നയിച്ചു വന്നിരുന്ന ഒരാവശ്യമായിരുന്നു മുതലക്കോടത്ത് ആൺകുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ ആരംഭിക്കുക എന്നുള്ളത്. അന്ന് മുതലക്കോടം പള്ളി വികാരിയായിരുന്ന വർഗീസ് മതകുന്നേലച്ചൻ ഈ അഭിപ്രായം മുന്നോട്ട് വച്ചു. CH മുഹമ്മദ് കോയയായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറിയായിരുന്ന ജോൺ വള്ളമറ്റത്തിലച്ചൻ മുതലക്കോടത്തെ BTSന് പകരം ഒരു ബോയ്സ് ഹൈസ്കൂൾ അനുവദിച്ചാൽ BTS നിർത്തുവാൻ തയ്യാറാണെന്ന് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. നിവേദനം സഫലമായി. 13 വർഷക്കാലം 100 കണക്കിന് അധ്യാപകരെ സൃഷ്ടിച്ച ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയം പ്രവർത്തനം അവസാനിപ്പിക്കുകയും മുതലക്കോടം മുത്തപ്പൻ്റെ അനുഗ്രഹാശിസുകളോടെ നാടിൻ്റെ ആഗ്രഹ സാഫല്യമായി ഒരു ബോയ്സ് ഹൈസ്കൂൾ 1976 ജൂൺ 1 പ്രവർത്തനം ആരംഭിച്ചു. ഈ സ്കൂളിൻ്റെ ഉദയത്തിന് കാരണക്കാരായി മാർഗനിർദ്ദേശങ്ങളും നേതൃത്വവും നൽകിയ വ്യക്തിത്വങ്ങളെ വിസ്മരിച്ച് നമുക്ക് മുന്നോട്ടു പോകാനാവില്ല. പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളും വഴി അനുഗ്രഹങ്ങൾ വർഷിച്ച രൂപതയുടെ പ്രഥമ മെത്രാൻ മാത്യു പത്തനാമൊഴി തിരുമേനിയോട് ഈ സ്കൂൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. രൂപത വികാരി ജനറലായിരുന്ന ഫാദർ മാത്യു വെള്ളാങ്കൽ, വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോൺ വള്ളമറ്റം, മാനേജർ വർഗീസ് മതകുന്നേലച്ചൻ തുടങ്ങിയവരുടെ സേവനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. 8, 9, 10 ക്ലാസ്സുകൾ ഒരുമിച്ച് ആരംഭിച്ച കേരളത്തിലെ തന്നെ അപൂർവം സ്കൂളുകളിലൊന്നായി മുതലക്കോളം ഹൈസ്കൂൾ. 104 കുട്ടികളുമായി 1976 ജൂൺ 1 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. മതകുന്നേലച്ചൻ മാനേജരായ സ്കൂളിൻ്റെ ആദ്യ ഹെഡ്മിസ്ട്രസ് ശ്രീമതി PJ തങ്കമ്മയായിരുന്നു. അവരോടൊപ്പം NM ഐപ്പ്, ജോസ് P. അബ്രാഹം, കത്രിക്കുട്ടി AU, എമ്മാനുവേൽ ജേക്കബ്, ആലമ്മ EM, മേരിക്കുട്ടി VJ, മത്തായി PC, ജോസഫ് PA എന്നീ അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരായ ഉലഹന്നാൻ KCയും ത്രേസ്യാമ CKയും ജോർജ് PJയും ചാക്കോ TVയും പുതിയ വിദ്യാലയത്തിന് അടിത്തറ പാകി. 1981 വരെ സ്കൂളിനെ നയിച്ചത് തങ്കമ്മ ടീച്ചറായിരുന്നു. തുടർന്ന് അന്നം MJ, CV ജോർജ്,
എ പൗലോസ്, കെ യു മത്തായി, പി ജെ അവിര, ജോർജ് തോമസ്, ആന്റണി എ എം, എം ജെ വർഗീസ്, ജോസ് വി മാവറ, ബേബി ജോസഫ്, എം കെ മത്തായി, എം എം ചാക്കോ, ജോയി മാത്യു, ജോർജ് ജോസഫ്, ഗർവാസിസ് കെ എസ്, കെ എ ജോൺ, ഷാജൻ ജോസഫ്, ഷാജു മാത്യു, സജി മാത്യു, സിസ്റ്റർ ഡാൻഡി ജോസഫ്, ഫാദർ പോൾ ഇടത്തൊട്ടി തുടങ്ങിയവർ സെൻറ് ജോർജ് ഹൈസ്കൂളിനെ അമരത്ത് നിന്ന് നയിച്ചു. ഗോൾഡൻ ജൂബിലി വർഷം സ്കൂളിനെ നയിക്കുവാൻ അവസരം തേടിയെത്തിയത് ജെയിംസ് ജേക്കബ് സാറിനാണ്. ഈ കാലയളവിൽ സ്കൂൾ മാനേജരായി സേവനമനുഷ്ഠിച്ചവരെ വിസ്മരിച്ചുകൂടാ. വർഗീസ് മുതകുന്നേലച്ഛനെ തുടർന്ന് ലൂക്ക് ഞറൽക്കാട്ടച്ഛനും അബ്രാഹം പുള്ളിക്കലച്ഛനും ജോർജ് പടിഞ്ഞാറേക്കൂറ്റച്ഛനും ജോർജ് കുന്നങ്കോട്ടച്ഛനും ഫ്രാൻസിസ് ആലപ്പാട്ടച്ഛനും ജോർജ് ഒലിയപ്പുറം അച്ഛനും ജോസഫ് അടപ്പൂരച്ഛനും ജോർജ് താനത്തുപറമ്പിലച്ഛനും സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് കൈത്താങ്ങായ പുരോഹിത ശ്രേഷ്ഠരാണ്. പുതിയ കാലഘട്ടത്തിനൊപ്പം സ്കൂളിൻ്റെ ഭൗതിക വികസനം ദീർഘവീക്ഷണത്തോടെ മുന്നിൽ കണ്ട മാനേജർ ജോസഫ് അടപ്പൂരച്ഛൻ മുതലക്കോടം സെൻറ് ജോർജ് ഹൈസ്കൂളിന് പുതിയൊരു മുഖം നൽകുകയായിരുന്നു. 2019 സ്കൂൾ കെട്ടിടം മുഴുവനായും പൊളിച്ചുമാറ്റി. അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ ഇരുനില കെട്ടിടം നാടിൻ്റെ അഭിമാന ബിംബമായി നിലവിൽ വന്നു. ഈ കാലയളവിൽ സജീവ് മാത്യു സാറായിരുന്നു ഹെഡ് മാസ്റ്റർ. 1976 ആരംഭിച്ചപ്പോൾ 8, 9, 10 ക്ലാസ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1980 സെൻറ് ജോർജ് യു പി സ്കൂളിൻ്റെ 5, 6, 7 ക്ലാസ്സുകൾ വേർപെടുത്തി ഹൈസ്കൂളിനോട് യോജിപ്പിച്ചു. 1995 പുള്ളിക്കലച്ഛൻ മാനേജരായിരുന്നപ്പോൾ അക്വിനാസ് കോളേജ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് ഹൈസ്കൂൾ മാറ്റപ്പെട്ടു. 1998 സെൻറ് ജോർജ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തപ്പെട്ടപ്പോൾ അക്വിനാസ് കോളേജ് നിർത്തലാക്കുകയും ചെയ്തു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർണ്ണമായും കോളേജുകളിൽ നിന്ന് വേർപെടുത്തി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പുനഃക്രമീകരിക്കാൻ നേതൃത്വം നൽകിയത് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ പി ജെ ജോസഫാണ്. നമ്മുടെ സ്കൂളിൽ ആരംഭിച്ച +2 കോഴ്സുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം 1998 ഒക്ടോബർ 13 ചേർന്ന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് നിർവഹിച്ചു. രൂപതാധ്യക്ഷൻ അഭിബന്ധിയ മാർ ജോർജ് പൊന്നക്കോട്ടിൽ പിതാവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രജത ജൂബിലി വർഷമായ 2001-2002 അധ്യയന വർഷം സെൻറ് ജോർജ് സ്കൂൾ വീണ്ടും ഒരു സ്ഥലം മാറ്റത്തിനും വിഭജനത്തിനും വിധേയമായി. സെൻറ് ജോർജ് ഹൈസ്കൂളും എൽ പി സ്കൂളും പരസ്പരം മാറ്റപ്പെട്ടു. ഹൈസ്കൂളിൻ്റെ യു പി വിഭാഗം വേർപെടുത്തി. എൽ പി സ്കൂളിനോട് ചേർത്ത് 1980 മുമ്പുണ്ടായിരുന്ന സെൻറ് ജോർജ് യു പി സ്കൂൾ വീണ്ടും പുനഃസ്ഥാപിതമായി. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവർത്തനം കൂടുതൽ സുഗമവും കാര്യക്ഷമവും ആക്കുകയായിരുന്നു ലക്ഷ്യം. 2023 മുതലക്കോടം സെൻറ് ജോർജ് ഹൈസ്കൂൾ മറ്റൊരു നാഴികക്കല്ലിനുകൂടി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. 48 വർഷക്കാലം ബോയ്സ് ഹൈസ്കൂളായി നിലനിന്നിരുന്ന വിദ്യാലയം പെൺകുട്ടികളെയും ഉൾപ്പെടുത്തി മാറിയ കാലത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ മാറ്റം മുതലക്കോടം ഹൈസ്കൂൾ മിക്സഡ് സ്കൂളായി സർക്കാർ പ്രഖ്യാപനം വന്നു. മാനേജരായിരുന്ന ലൂക്ക് ഞരലക്കാട്ടച്ചൻ 3.5 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച ഇടുക്കി ജില്ലയിലെ തന്നെ ശ്രദ്ധേയമായ സെൻറ് ജോർജ് സ്റ്റേഡിയം ഹൈസ്കൂളിനോട് ചേർന്നു വന്നതും സ്കൂളിൻ്റെ കായിക സാംസ്കാരിക വികസനത്തിന് മുതൽക്കൂട്ടായി. 50 വർഷം പിന്നിടുമ്പോൾ മുതലക്കോടം സെൻറ് ജോർജ് ഹൈസ്കൂളിന് കാവലായി, കരുത്തായി, വഴികാട്ടികളായി ഒരു മികച്ച നേതൃത്വനിരയാണുള്ളത്. ആദരണീയനായ പിതാവ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ രൂപത അധ്യക്ഷനായി അനുഗ്രഹം ചൊരിയുമ്പോൾ പ്രോട്ടോ സിഞ്ചലസ് മോൺസിഞ്ഞോർ ഫാദർ പയസ് മലേക്കണ്ടത്തിലും പ്രകാശമാകുന്നു. കോതമംഗലം രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറിയായി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ നിരന്തര ഇടപെടലുകളിലൂടെ തേച്ചുമിനുക്കിയെടുക്കുന്നത് മാത്യു മുണ്ടക്കല്ലച്ചനാണ്. ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ സ്കൂൾ മാനേജരായി നിലകൊള്ളുന്നു. സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ കർമ്മനിരതയോടെ ഏകോപിപ്പിക്കുകയും ദീർഘവീക്ഷണത്തോടെ പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ സംശീകരിച്ചുകൊണ്ട് സഹപ്രവർത്തകരെയും കുട്ടികളെയും നേർവഴി കാട്ടുന്നത് ഹെഡ് മാസ്റ്റർ ജെയിംസ് ജേക്കബ് സാറാണ്. സീനിയർ അസിസ്റ്റന്റ് ബിജോ അഗസ്റ്റിനും സ്റ്റാഫ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ട്രിബിജ തോമസിനുമാണ്. 22 സ്റ്റാഫ് അംഗങ്ങളും 375 കുട്ടികളുമായി സുവർണ ജൂബിലി വർഷത്തിൽ നാടിൻ്റെ തിളക്കമായി മുതലക്കോടം സ്കൂൾ നിലകൊള്ളുന്നു. സ്കൂളിലെ ആദ്യ ബാച്ച് 100% വിജയത്തോടെയാണ് ആരംഭിച്ചത്. ആ വിജയക്കുതിപ്പ് ഇന്നും തുടരുന്നു. ഓരോ വിദ്യാലയവും അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനമാണ്. 13 വർഷക്കാലം ട്രെയിനിങ് സ്കൂളായും പിന്നീട് കൂട്ടിച്ചേർത്ത് +2 സ്കൂളായും പ്രവർത്തിച്ച് 50 വർഷം പൂർത്തിയാകുമ്പോൾ
സെന്റ് ജോർജ് ഹൈസ്കൂൾ മുതലക്കോടത്തും സമീപ പ്രദേശത്തുമുള്ള അനേകായിരങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൻ്റെ ദിശ നിർണയിച്ച വേദിയായി മാറുകയായിരുന്നു. അങ്ങനെ സ്കൂളിൻ്റെ മധുനുകർന്ന് ലോകത്തിൻ്റെ നാനാദിക്കുകളിലും എത്തപ്പെട്ട എത്രയെത്ര നിറശലഭങ്ങൾ. ആ ശലഭവർണ്ണങ്ങൾ ലോകത്തിൻ്റെ ക്യാൻവാസിൽ വരച്ച ഒരു ഗൃഹാതുര ചിത്രമായി മനസ്സ് നിറയ്ക്കുകയാണ് ഈ ജൂബിലി. ഇനിയും മനുഷ്യരാശി ഉള്ളിടത്തോളം, വിദ്യ തേടിയെത്തുന്ന കൗമാരങ്ങൾ ഉള്ളിടത്തോളം, ലോകത്തിന്റെ വെളുത്ത പാലറ്റിൽ കളറുകൾ നിറയ്ക്കാൻ അത് ചാലിച്ചു ചാർത്തുവാൻ മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഉയരത്തിൽ നിലകൊള്ളട്ടെ. ഏവർക്കും സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ.